പ്രിയമുള്ളവരെ, ഞാൻ പല സ്കൂളുകളിലും പാരന്റിങ് ക്ലാസ് എടുക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ്. അവിടെയൊക്കെ കൂടുതൽ പങ്കെടുക്കുന്നത് സ്ത്രീകളാണ്. അവരോട് ഞാൻ സ്ഥിരമായി ഒരു വിഷയം സംസാരിക്കാറുണ്ട്. ആ വിഷയം ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഞാനിത് സ്ത്രീകളെ സുഖിപ്പിക്കാൻ വേണ്ടി എഴുതുന്നതല്ല, എന്നാൽ ഇതൊരു യാഥാർത്ഥ്യമാണ്. ഭൂമിയിലെ സ്ത്രീകളുടെ നരകം ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം അടുക്കള എന്നാണ്. പ്രത്യേകിച്ചും മലയാളിയുടെ അടുക്കള. ഒരു ജോലിക്കാരിയുടെ അടുക്കളയാണെങ്കിൽ പറയുകയും വേണ്ട. ഓഫീസ് ജോലിയും വേണം, കൂടെ വീട്ടുജോലിയും വേണം. ഭൂമിയിൽ എല്ലായിടത്തും മനുഷ്യൻ ജീവിക്കാനാണ് തിന്നുന്നത്. എന്നാൽ മലയാളികൾ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യക്കാർ ഇത്രയധികം ആഹാരം കഴിക്കുന്നത് എന്തിനാണ്? ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ്. വിദേശികൾ ബ്രെഡോ മറ്റു സാധനങ്ങളോ ആപ്പിളോ പോകുന്ന വഴിയിലും വണ്ടിയിലും വെച്ച് തിന്ന് ജോലിക്ക് പോകുമ്പോൾ നാം തലേ ദിവസം തുടങ്ങും അരി വെള്ളത്തിലിട്ട് അരിച്ച് പൊടിച്ച് പിറ്റേന്ന് ഉരുട്ടി പരത്തി വേവിച്ച് കൂടെ കഴിക്കാൻ കറി വെച്ച് ചമ്മന്തി അരച്ച്. എന്തിന്? ആയുസ്സിന്റെ പ്രധാനപ്പെട്ട എത്ര മണിക്കൂറുകളാണ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നാം ചെലവഴിക്കുന്നത്. എന്നിട്ട് ബ്രെഡ് കഴിക്കുന്നവനേക്കാൾ കൂടുതലായി കുടവയറല്ലാതെ നമുക്ക് എന്തുണ്ട്? ബുദ്ധി, സൗന്ദര്യം, കഴിവ് ഒന്നുമില്ലതാനും. ലഞ്ചിന്റെയും ഡിന്നറിന്റെയും കാര്യം ഇങ്ങനെ തന്നെയാണ്. ഇതൊക്കെ സഹിക്കാം. ഒക്കെ കഴിയുമ്പോൾ ആണുങ്ങളുടെ വകയുള്ള ഒടുക്കത്തെ ഒരു ചോദ്യമുണ്ട്. നിനക്കിവിടെ എന്തിന്റെ കുറവാണ്? എന്ത് ജോലിയാണ് നിനക്കുള്ളത്? അതെന്താ നീ എന്നെപ്പോലെ ആവാത്തത് എന്നൊക്കെ. എങ്ങനെ ആവും? ജീവിതത്തിന്റെ മുക്കാൽ പങ്കും അടുക്കളയിലും വീട് വൃത്തിയാക്കാനും മക്കളെ പോറ്റാനും ചെലവഴിക്കുന്ന ഒരു സ്ത്രീ എന്ത് അത്ഭുതം പ്രവർത്തിക്കണമെന്നാണ് നമ്മളൊക്കെ പറയുന്നത്? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അവൾ എന്തു ചെയ്യുന്നുവെന്ന്? മണിക്കൂറുകളോളം നിന്ന് തുണി മടക്കുന്നത് കാണുമ്പോൾ എപ്പോഴെങ്കിലും അതൊരു ജോലിയായി നമുക്ക് തോന്നിയിട്ടുണ്ടോ? മേശ അടുക്കി വെക്കുന്നതും ടിവിയിലെ പൊടി തുടക്കുന്നതും കാണുമ്പോൾ ചിന്തിച്ചിട്ടുണ്ടോ ഇടയ്ക്കെങ്കിലും അതൊന്നും ചെയ്തു നോക്കാമെന്ന്? വാഷിംഗ് മെഷീനിൽ നിന്നും തുണിയെടുക്കാൻ ഒരു ദിവസമെങ്കിലും നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ? കാണുമ്പോൾ നിസ്സാരമെന്ന് തോന്നുന്ന ഓരോ ചെറിയ ജോലിക്കും ചെലവഴിക്കേണ്ടി വരുന്ന സമയവും ഊർജവും എത്രയാണ്? 24 മണിക്കൂറും ഒരു ദിവസം പോലും അവധിയില്ലാതെ എന്നും ഒരു രൂപ പോലും പ്രതിഫലം കിട്ടാതെ ലോകത്തിൽ ഒരേ ഒരു ജോലി, അത് ഹൗസ് വൈഫ് മാത്രം. ഇങ്ങനെ നമ്മുടെ സ്ത്രീകൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന ഭക്ഷണം നമുക്ക് എത്രമാത്രം നല്ലതാണെന്ന് നാം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? മലയാളികളുടെ ഭക്ഷണശീലം പാരമ്പര്യപരമായി സമൃദ്ധവും രുചികരവുമാണ്. എന്നാൽ നമ്മുടെ ആഹാരക്രമത്തിൽ മിതമായ നിയന്ത്രണം അത്യാവശ്യമാണെന്നും ചില മാറ്റങ്ങൾ അനിവാര്യമാണെന്നും ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. കാർബോഹൈഡ്രേറ്റ് കൂടിയ ഹെവി ഫുഡാണ് മലയാളികൾ അധികവും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നാടൻ കഞ്ഞിയും ചോറും മിതമായാൽ നല്ലതാണെങ്കിലും അത്യധികം കഴിക്കുന്നത് പ്രമേഹത്തിനും മൂലപ്രശ്നങ്ങൾക്കും കാരണമാകാം. അരി ഭക്ഷണവും കൊഴുപ്പും ചേർന്ന ഭക്ഷണം, പരമ്പരാഗതമായി നാടൻ പച്ചക്കറികൾ നല്ലതാണെങ്കിലും അമിതമായ കറികളും തെങ്ങിൻ പാലും അടങ്ങിയ ഭക്ഷണം കൊഴുപ്പ് കൂടാനിടയാക്കുന്നു. കടുത്ത വറുത്തതും പുഴുങ്ങിയതും, ചില്ലി ചിക്കൻ, പൊറോട്ട, ബീഫ് ഫ്രൈ, നെയ്ച്ചോറ്, ബിരിയാണി എന്നിവ അമിതമായി കഴിക്കുമ്പോൾ ഹൃദ്രോഗങ്ങൾക്കും കൊളസ്ട്രോളിനും കാരണമാകാം. മധുര പദാർത്ഥങ്ങൾ, ആൽക്കഹോൾ, സോഡ എന്നിവ അമിതമായി ഉപയോഗം പ്രമേഹത്തിനും കരൾ പ്രശ്നങ്ങൾക്കും കാരണമാകും. കേരളത്തിൽ പ്രമേഹവും ഹൈപ്പർ ടെൻഷനുമാണ് ഏറ്റവും പ്രധാനമായ ആരോഗ്യ പ്രശ്നങ്ങൾ. കൊഴുപ്പ് കൂടിയ ഭക്ഷണം ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കുന്നു. അമിതമായ അരി ഭക്ഷണം പ്രമേഹ സാധ്യതയും വർദ്ധിപ്പിക്കുന്നു. അമിതമായ മസാലയും എണ്ണയും ഉള്ള ഭക്ഷണം ആമാശയ പ്രശ്നങ്ങൾക്കും ഗ്യാസ് പ്രശ്നങ്ങൾക്കും കാരണമാകാം. ഫൈബർ കുറവുള്ള ഭക്ഷണം മലബന്ധം, കൊളസ്ട്രോൾ എന്നിവയ്ക്ക് കാരണമാകാം. കേരളത്തിൽ പലരിലും കൊഴുപ്പ് കൂടാനുള്ള സാധ്യത കൂടുതലാണ്, പ്രത്യേകിച്ച് 40 വയസ്സിന് മുകളിലുള്ളവരിൽ. വ്യായാമത്തിന്റെ കുറവും അമിത കൊഴുപ്പും ചേർന്നാൽ ഒബേസിറ്റി, തൈറോയ്ഡ് പ്രശ്നങ്ങൾ എന്നിവ വർദ്ധിക്കും. മലയാളി എന്ത് മാറ്റങ്ങളാണ് ഇനി വരുത്തേണ്ടത്?
മിതമായ അളവിൽ അന്നജം അതായത് അരി കഴിക്കുക. ഗോതമ്പ്, ഓട്സ്, ഫൈബർ ഉള്ള ഭക്ഷണങ്ങൾ കൂട്ടിച്ചേർക്കുക. പച്ചക്കറികളും പഴങ്ങളും കൂട്ടുക. ഓരോ ഭക്ഷണത്തോടും കൂടെ വിറ്റാമിൻ, മിനറൽ സമൃദ്ധമായ വിഭവങ്ങൾ ചേർക്കുക. കൊഴുപ്പ് നിയന്ത്രിക്കുക. തേങ്ങാപ്പാൽ, നെയ്യ് എന്നിവ അമിതമായി ഉപയോഗിക്കാതെ ആരോഗ്യകരമായ എണ്ണ, ഒലിവ് ഓയിൽ, കോക്കനട്ട് ഓയിൽ എന്നിവ ഉപയോഗിക്കുക. വ്യായാമം പതിവാക്കുക. ഭക്ഷണം നിയന്ത്രിക്കുമ്പോൾ തന്നെ വ്യായാമം കൂടി ഉൾപ്പെടുത്തണം. ചായ, കാപ്പി, സർബത്ത്, സോഫ്റ്റ് ഡ്രിങ്ക് എന്നിവ കുറക്കുക. ജങ്ക് ഫുഡുകൾ ഒഴിവാക്കുക. ബിരിയാണി, പൊറാട്ട, ഷവർമ, ബീട്രൂട്ട് പായസം തുടങ്ങിയവ കുറച്ച് മാത്രം കഴിക്കുക. മിതമായ ഭക്ഷണക്രമവും ആരോഗ്യകരമായ ജീവിതശൈലിയും പിന്തുടർന്നാൽ ദീർഘായുസ്സും ആരോഗ്യവും ഉറപ്പാക്കാം. അതിനായി അടുക്കളയിൽ നിന്നു തന്നെ മാറ്റങ്ങൾ തുടങ്ങട്ടെ. കൂടെ നമ്മുടെ സ്ത്രീകൾക്ക് വിശ്രമവും പിന്നെ അവരുടെ മുഖത്ത് നമുക്ക് സന്തോഷവും കാണാം.